ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഞായറാഴ്ച ഈവനിങ്ങിലാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. എന്താ വെച്ചാൽ ഈ ഒരാഴ്ച നല്ല തിരക്കിലാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൂടുതലും ഷോർട്സ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ട് തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഒരു മിനിമലിസ്റ്റിൻ്റെ സെറം യൂസ് ആക്കുന്നത്. എനിക്ക് യൂസ് ആക്കിയെടുത്തോളം നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട്. ഇതെനിക്ക് വേറൊരാൾ തന്നെയാണ്. എന്താ വെച്ചാൽ അവർ യൂസ് ആക്കിയ സമയത്ത് ഫേസിൽ ചെറുതായിട്ട് പിമ്പിൾസ് പോലെ വന്നു. അപ്പം അവർക്കത് സ്കിന്നിന് സെറ്റ് ആകാത്തതുകൊണ്ട് തന്നെ എനിക്ക് തന്നു. അപ്പം ഞാൻ യൂസ് ആക്കിയെടുത്തോളം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവർ ഫസ്റ്റ് ഡേ യൂസ് ആക്കിയ സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നല്ലോണം എടുത്ത് യൂസ് ആക്കിയിട്ടുണ്ടാവും. അപ്പം അത് സ്കിന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി പിമ്പിൾസ് വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത് ചെറിയ പെർസെൻറ്റേജിലാണ് തുടങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ആകുമ്പം നമ്മളെ സ്കിന്നുമായിട്ട് സെറ്റാവും. പിന്നെ ഡെയിലി യൂസ് ആക്കാണ്ട് ഒന്നരാടം യൂസ് ആക്കിയപ്പോഴേക്കും എൻ്റെ സ്കിന്നിനെ നല്ലപോലെ സെറ്റായി. ഇപ്പം ഡെയിലി യൂസ് ആക്കാൻ തുടങ്ങി. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാന്നിട്ട് എനിക്ക് യൂസ് ആക്കിയെടുത്തോളം നല്ല റിസൾട്ട് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ചെണ്ട മുട്ടുന്ന സൗണ്ട് ഇട്ടിട്ടൊന്ന് ഉറങ്ങി എണീച്ചിട്ടുണ്ടായത്. ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെ ആയാലും കുരുവികളുടെ സൗണ്ടും അതുപോലെ കാക്കയുടെ സൗണ്ടും ചെണ്ട മുട്ടുന്ന സൗണ്ടും എല്ലാം കേൾക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ ചെണ്ടയുടെ സൗണ്ട് ഇട്ടിട്ടാണ് ഉറങ്ങി എണീച്ചിട്ടുണ്ടായത്. എനിക്ക് തോന്നുന്നു അപ്പുറം എവിടെയോ തെയ്യം എന്തോ ഉണ്ട്, എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഞെട്ടിയിട്ടുണ്ടായിനി. ഈ വീട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഫസ്റ്റ് എണീച്ചത് ഞാനാണ്. എണീച്ചായിട്ട് ഞാൻ നേരെ പോയി കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടാവും. ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്നലെ വീട്ടിൽ ആരുമില്ല, കുഞ്ഞാവി അമ്മ ആരും ഉണ്ടായില്ല. കുഞ്ഞാവിൽ ഇപ്പോൾ ഉറങ്ങി എണീക്കണം അത്ര ടോളും അച്ഛനും ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അവരെണീക്കാൻ കുറച്ച് വൈകും. ഇതിനിടയിൽ ടെറസിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയ സമയത്ത് പെട്ടെന്ന് മഴ പെയ്താടും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ നേരെ താഴെ വന്ന് കിടന്നു. പിറ്റേ ദിവസവും ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ. അതിനുശേഷം ഈ വഴിക്ക് മഴേനെ കാണാനേ ഇല്ല. ഈ ഒരു ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മഴ വന്നാൽ മതി എന്ന് തോന്നിപ്പോന്ന്. പക്ഷെ മഴ വന്നാലില്ല അവസ്ഥ ഇങ്ങനെയായിരിക്കും. കുറച്ച് ദിവസം മഴ ആസ്വദിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയും മടുക്കും. സെറം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറും കൂടി ഫേസിലിട്ട് കൊടുക്കലുണ്ട്. എനിക്ക് യൂസ് ആക്കിയെടുത്തോളം നല്ല ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണത്. ഓയിലി സ്കിന്നിനെല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ രാത്രി നയാസിനമൈഡ് സെറാണ് കേട്ടോ യൂസ് ആക്കൽ. എന്താ വെച്ചാൽ എൻ്റെ സ്കിന്നിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഒരു കല പോലെ ഉണ്ട്. അത് മുന്നേ വന്ന പിമ്പിൾസിൻ്റെ ഒരു കല ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആ കലയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റ് ഈ ഒരു നയാസിനമൈഡ് സെറാണ് യൂസ് ആക്കൽ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുഞ്ഞാവിയും യൂസ് ആക്കിക്കൊണ്ടുണ്ട്. കുഞ്ഞുവിന് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളെ ഡോക്ടറെ കാണിക്കലുണ്ട് എന്നുള്ളത്. പക്ഷെ അവളെ കാണിച്ചിട്ട് അവൾക്ക് അത്ര വലിയൊരു ചേഞ്ച് ഇല്ല. ആ ഒരു സമയത്ത് മാത്രം പിമ്പിൾസ് പോവും, പിന്നെ വീണ്ടും വരും. കുറേ യൂസ് ആക്കാനുണ്ട്. ഒരു ദിവസത്തിന് 2-3 ഓയിൽമെൻ്റെല്ലാം സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ ഫേസ് വാഷ് ഇതിനെല്ലാം നല്ല റേറ്റും ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു നീ ഒരു സെറം യൂസ് ആക്കി നോക്ക്. എനിക്ക് യൂസ് ആക്കിയെടുത്തോളം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടില്ല. എനിക്ക് പിമ്പിൾസും പോയിന്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓളത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ സെറം യൂസ് ആക്കി നോക്കുന്നുണ്ട്. യൂസ് ആക്കി എടുത്തോളം ഓൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. ഉടനെ പറഞ്ഞിട്ടുണ്ടായി ചേച്ചി അത്യാവശ്യം പിമ്പിൾസ് കുറഞ്ഞ പോലെ ഉണ്ട് എന്ന്. കുറച്ചുകൂടി നോക്കി നോക്കണം. ഈ സപ്പോർട്ടെല്ലാം കുറച്ചൊരു മൂപ്പെത്തി കഴിഞ്ഞാൽ പറിച്ച് വെച്ച് അരിയില്ലാതെ വെച്ചാലേ പഴുക്കുന്നില്ലൂ, അല്ലാണ്ട് ചെടിയിൽ തന്നെ പഴുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ എത്തുന്നുമില്ല, കുറച്ച് മുകളിലേക്കാന്നില്ലേ. ടെറസിൻ്റെ മുകളിൽ കയറിയാൽ എത്തുമായിരിക്കും. ഞാൻ കുറേ എത്തി പറിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് സപ്പോർട്ട ഭയങ്കര ഇഷ്ടമാണ്. അത് വെറുങ്ങനെ കഴിക്കാനായാലും അതുപോലെ ചിക്കു ഷേക്ക് ആക്കി അടിച്ച് കുടിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു കൊക്ക എടുത്തിട്ട് നേരെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം പറിക്കാൻ. ഞാൻ ലാസ്റ്റ് പോസ്റ്റാക്കിയ ഷോർട്സ് വീഡിയോയിൽ ഇന്നലെ 2 കമൻറ്റ് വാങ്ങിയിട്ടുണ്ടായിനി. ചേച്ചി നാളെ വീഡിയോ ഉണ്ടാവൂലേന്ന് ചോദിച്ചിട്ട്. എനിക്കും ഞായറാഴ്ച പോസ്റ്റ് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി. എങ്ങനെയെങ്കിലും പോസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ആഴ്ച ഫുള്ള് നല്ല തിരക്ക് തന്നെ ആയിപ്പോയി. എനിക്ക് പിന്നെയും കുറച്ചുകൂടി കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഞായറാഴ്ചയെല്ലാം പോസ്റ്റാക്കുന്ന സമയത്താണ്. അതുകൊണ്ട് പരമാവധി ഞായറാഴ്ച വീഡിയോ ഇടണം തന്നെ ആഗ്രഹിച്ച് നിന്നതാണ്. പക്ഷെ പറ്റിയില്ല. പരമാവധി ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. 2 വീഡിയോ എല്ലാം പോസ്റ്റ് ആക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അതിനെനിക്ക് പറ്റേയില്ല. പരമാവധി വ്ളോഗും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോസ്റ്റ് ആക്കാൻ ശ്രമിക്കലുണ്ട്. ഇനിയിപ്പം അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ തന്നെ കിട്ടും. എന്താ വെച്ചാൽ അച്ഛൻ്റെ തറവാട്ടിൽ തെയ്യായി അടുത്ത ആഴ്ച 2 ദിവസത്തെ പരിപാടിയാണ് വരുന്നത്. അപ്പം ഇന്ന് എനിക്ക് അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ വിചാരിക്കുന്നത് സെറ്റ് സാരി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പയ്യന്നൂർ പോയിട്ടൊരു സെറ്റ് സാരി മേടിക്കണം. ഈ തറവാട്ടിലും തെയ്യത്തിനെല്ലാം എപ്പോഴും ഒരു സെറ്റ് സാരി തന്നെയാണ് ഒരു ഐശ്വര്യം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സെറ്റ് സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മമ്മയാണെങ്കിൽ ഇതിനിടയിൽ വിഷുവിന് വെച്ച വിളക്ക് അത്യാവശ്യം നല്ലോണം കരി പിടിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അമ്മമ്മ അതെടുത്ത് തുടച്ചു. ഇന്നാണെങ്കിൽ ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിട്ട് എൻ്റെ വീടിനപ്പുറം പുതിയൊരു വീട് വരുന്നുണ്ട്. അവർ നമ്മളെ നാട്ടിലുള്ളവർ തന്നെയാണ്. ഇപ്പം അവരെ മോന് പുതിയൊരു വീട് എടുക്കുന്നുണ്ട്. അപ്പം ആ ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നെല്ലാം വേണമെങ്കിൽ പറയാം. പണ്ട് മുതൽ ഒരുമിച്ച് നെല്ലാണ്. അപ്പോൾ രാവിലെ അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നു. എന്താ അങ്ങോട്ടേക്ക് വരാത്ത, അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട്.
ഇത് മുന്നേ അമ്മമ്മ നട്ട ഷമാമാണ്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഷമാമ ഇതിൽ പിടിക്കും എന്നുള്ളത്. ഇപ്പം അതിൽ കുറേ പൂ പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പുറവും ഉണ്ട്. അമ്മമ്മ ഷമാമ കഴിച്ചിട്ട് ആ കുരു കുറേ സ്ഥലത്ത് വെതറിയിട്ടുണ്ടായിനി. എല്ലായിടത്തും അതുപോലെ നല്ല ഉഷാറിൽ അതിലിപ്പോൾ നല്ല മഞ്ഞ പൂവും പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിടിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. ഡെയിലി അമ്മമ്മ വെള്ളം ഒഴിക്കലും ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും നല്ല ഉഷാറിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് സീഡ് കിട്ടിയാലും അത് എവിടെയെങ്കിലായിട്ട് നട്ട് പിടിപ്പിക്കും. എവിടെയെങ്കിലായിട്ട് അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് ഞാനത് ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ മുളക്കോന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടും. കുറേയെല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പം ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും എനിക്ക് ഇഷ്ടമാണ്. ചെടിയായാലും ഞാൻ പണ്ട് മുതലേ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാനിങ്ങനെ നട്ട് പിടിപ്പിക്കലുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പം നമ്മൾ നട്ട് പിടിപ്പിച്ചതിൽ 2 ഇല കാണുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. നട്ട് പിടിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അറിയാം ആ ഒരു ഫീലിങ്സ്. ഓരോ ദിവസവും അതിൻ്റെ ഓരോ വളർച്ചയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് പണ്ട് മുതലേ ഞാൻ നട്ട ചെടി ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയി നോക്കും. ഓരോ ദിവസവും അതിൻ്റെ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ പുതിയ റേഡിയോ മേടിച്ചുകൊണ്ട് തന്നെ രാവിലെ ഉറങ്ങി എണീക്കുന്നതേ ഈ ഒരു റേഡിയോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. അമ്മമ്മക്കാണെങ്കിൽ ഇപ്പം റേഡിയോ ഇല്ലാണ്ടാവുന്നില്ല എന്നാണെങ്കിൽ തന്നെ പറയാം. രാവിലെ തൊട്ട് രാത്രി വരെ ഈ റേഡിയോ ഇവിടുന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഓരോ പാട്ട് കേൾക്കാനും ന്യൂസ് കേൾക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ ഓണാക്കി വെച്ചിട്ട് തന്നെ പണി ഓരോന്നിങ്ങനെ ചെയ്യും. അമ്മയായാലും അച്ഛനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ എടുക്കുന്നതിനിടയിൽ അമ്മമ്മ എന്നെ വിളിച്ചുകൊണ്ടുണ്ട്, നമുക്ക് അപ്പുറം വീട്ടിൽ പോയിട്ട് വരാം. അവർ വിളിച്ചതല്ലേ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പുറം കുറച്ച് 2-3 ആൾക്കാരുണ്ട് കട്ടിൽ വെക്കുന്നുണ്ട് തന്നെ. അച്ഛൻ നേരത്തെ അങ്ങോട്ടേക്ക് പോയി. അച്ഛൻ പിന്നെ ഇങ്ങനത്തെ പരിപാടിയിലുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് എത്തുവാടാ. ഇനിയിപ്പം വീട്ടിലേക്ക് ഇപ്പോഴേ വരില്ല. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി നേരെ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ പോകുമ്പോഴേക്കും ആരും അങ്ങനെ വന്നിട്ടുണ്ടായിട്ടാ. ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് അത്രേ. എൻ്റെ വീടിന് ചുറ്റിലുമായിട്ട് ഇപ്പം 3 വീടാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അമ്മമ്മ മതിലെല്ലാം കയറി തുള്ളിയിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടായത്. അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പിന്നെ നമ്മൾ നേരെ നടന്നിട്ട് ആ ഇട്ടുണ്ട് അങ്ങാട, അതിലേ വേണം താഴെ ഇറങ്ങാൻ. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഞാൻ മതിൽ തന്നെ കയറി തുള്ളിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് മതിൽ കയറി തുള്ളി. അതിനുശേഷം കുറച്ചു നേരം അവിടെ ഇരുന്ന് ഗോപാലേട്ടനോട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ അലക്കാൻ നേരത്തെ പുതിർത്തി വെച്ചിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഈ വർത്താനം ഇങ്ങനെ പറയുന്നത്. കുഞ്ഞാവ് രാവിലെ എണീച്ച് അലക്കി. ഇനിയിപ്പം എനിക്ക് അലക്കണം. കുറച്ചേ ഇല്ലൂ, ഇന്നലെ രാത്രിയെത്തിയും ഇന്ന് രാവിലെ മാറ്റിയ ഡ്രസ്സും കൂടിയേ ഇല്ലൂ. അപ്പോൾ ഇന്ന് വീട്ടിൽ പുട്ടാണ് കേട്ടോ. എനിക്ക് ഈ അടുത്തായിട്ട് വീട്ടിലാക്കുന്ന പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പം പുട്ടിന് കടലക്കറിയാണെന്നുണ്ടായത്. എനിക്ക് കടലക്കറിനോട് എന്തോ അത്ര വലിയൊരു ഇഷ്ടമല്ല. പിന്നെയും ഈ ബാജിക്കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിൻ്റെ അപ്പുറം ചിക്കൻ കറി ഇഷ്ടമാണ്. കടലക്കറി എന്തോ അത്ര വലിയൊരു ഇഷ്ടമല്ല. പിന്നെ കടലയും പയറും ഒരുമിച്ചിട്ടാക്കലുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലയും പയറും ഒരുമിച്ചാക്കലുണ്ട് കറിയായിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വീട്ടിലേക്ക് ഇളയക്ക വന്നിട്ടുണ്ടായിനി. അപ്പം ഞാൻ ഇളയക്കയിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇളം പച്ച കളറിൻ്റെ മാങ്ങ നോക്കി പറിച്ചു. മാങ്ങ ഇപ്പം അത്യാവശ്യം എല്ലാം പഴുത്തിട്ട് ചെറിയൊരു മഞ്ഞ കളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറേയെല്ലാം പഴുത്ത് നമ്മൾ കുറേ കഴിച്ചു. ഇനിയിപ്പം കുറച്ച് പച്ച കളറിലുള്ള മാങ്ങ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ടൊരു മാങ്ങ പറിച്ചു. ഇനി ഇത് നേരെ കൊണ്ടുപോയി ഇളയക്കിലിടണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഈ ഇളയക്കയിലെ വെള്ളം കുടിക്കുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ അടുത്ത് നിന്ന് എല്ലാവരും ഈ ഇളയക്ക പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കലുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. മാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിലവരിൽ ഈ ഇളയക്ക കറിയാക്കുന്ന സമയത്ത് അതിൻ്റെ തോടടക്കം എടുക്കും. പക്ഷെ നമ്മുടെ അടുത്ത് തോട് എടുക്കില്ല, തോട് കളയും. തോടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് എടുക്കല്, തോട് അങ്ങനെ എടുക്കുകയില്ല. കുറേ സ്ഥലത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് കാണലുണ്ട്. അതായത് ഇളയക്ക കറിയാക്കുന്ന സമയത്ത് അതിൻ്റെ തോടടക്കം എടുത്തിട്ട്. നമ്മുടെ അടുത്ത് അങ്ങനെ എടുക്കുകയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ നേരെ പോയി ചായ കുടിച്ചു. ചായ എല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റീൻ്റെ മോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. ഓളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അധികവും എൻ്റെ ഫോണിൽ തന്നെയാണ് എടുക്കല്. പിന്നെ സാരിയെല്ലാം എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ചേച്ചി എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു. അങ്ങനെ ഞാൻ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇവിടെ ഇല്ല. ഒട്ടുമിക്ക എല്ലാ ബാക്ക്ഗ്രൗണ്ടൊന്നും ഓളെ ഫോട്ടോ എടുത്തു. ഓളെ ഇൻസ്റ്റയിൽ അധിക പോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം തന്നെ ആയിരിക്കും. അങ്ങനെ വീടിൻ്റെ മൂലക്ക് തന്നെ കുറേ നടന്ന് ഒടുവിൽ നല്ല സ്ഥലം കണ്ടപ്പം അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്തു. അതിനുശേഷം വീട്ടിലേക്ക് ഷീറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പം ഈ അമ്മേരും തല കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തലയിൽ എന്താണ് ചൂടിയതെന്ന്. ഞാൻ മുന്നേ ആ ഒരു സ്വർണ്ണച്ചമ്പകം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിനി. തലയിൽ ചൂടിയാൽ നല്ലൊരു മണമാണ്. അപ്പം അത് താഴെ വീണ സമയത്ത് 2 എടുത്ത് തലയിൽ ചൂടി. അപ്പം ഷീറ്റ് നമ്മൾ എന്തായാലും വീട്ടിലേക്ക് വീണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പൈസ കൂടുതലായതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എൻ്റെ മോന് നീ പൈസ കുറച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവർക്കാണെങ്കിൽ മലയാളം അത്ര അറിയുന്നില്ല. ലക്ഷ്മിയമ്മ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് ലക്ഷ്മിയമ്മക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് നല്ല തന്നെ. അയാളോട് പറയുന്നുണ്ട് ഇതെൻ്റെ അനിയത്തിയാണ്, അനിയത്തിയുടെ മോനാന്നെല്ലാം പറയുന്നുണ്ട്. അയാളെ വിചാരിക്കും അതിന് നിങ്ങി ആരാന്ന് വിചാരിക്കും. कसम से मैं तो आपके पास ही आया, मैं किधर ही नहीं गया, आपके पास ही आया.
चलो तो एक पाई ले लो, एक ले, एक बात ले लेना। പൈസ കുറച്ചു കൊടുക്കണം. ഇല്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ച ശേഷം ഒരു ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ അലക്കാൻ ഡ്രസ്സ് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ പോയി അലക്കി. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഏട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു ഷീറ്റ് കൊണ്ടുവരാൻ വന്നത്. അവർ ഹിന്ദി വന്നിട്ട് എന്നാലും കുറച്ചെല്ലാം മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എടുക്കുന്ന കേട്ടിട്ട് എന്നോട് ചോദിച്ചു വ്ളോഗറാണെന്ന്. ഞാൻ എൻ്റെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തു. അതിന് ശേഷം എൻ്റെ ഡാൻസെല്ലാം കണ്ടിട്ട് പറഞ്ഞു നല്ല രസമുണ്ട്, ഞാൻ ഡെയിലി ലൈക്ക് ചെയ്യുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. കുറേ നേരം അവിടെ നിന്നിട്ട് എൻ്റെ എല്ലാ വീഡിയോയും കണ്ടു, എൻ്റെ മുന്നിൽ നല്ല ലൈക്കും തന്നു, കുറേ കമൻറ്റും ഇട്ടിട്ടാണ് അവർ തിരിച്ചു പോയിട്ടുണ്ടായത്. കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പം ഉച്ചക്ക് ചോറെല്ലാം വെച്ചിട്ട് നേരെ പയ്യന്നൂരേക്ക് പോകണം. ഞാൻ ഫസ്റ്റ് സുഹൃത്താട്ടനെയും കൂട്ടിയിട്ട് പോകുന്നതെന്ന് വിചാരിച്ചത്. പക്ഷേ സുഹൃത്താട്ടൻ ഇന്ന് ചെറിയൊരു തിരക്കുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു എനിക്കിന്നാവും തോന്നുന്നില്ല, ചെറിയ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും കുഞ്ഞാൾക്കും അമ്മക്കെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പയ്യന്നൂരേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അച്ഛൻ്റെ പേരനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം എൻ്റെ വീഡിയോനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അവർ നേരെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം അപ്പോഴേക്കും ഇളയക്ക നല്ലോണം അടുപ്പിൽ വെച്ച് വെന്തിട്ടുണ്ടായിനി. ഇനിയിപ്പം അത് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇതാണ് കേട്ടോ, ഇളയക്ക പുഴുങ്ങുന്ന സമയത്ത് അതിൽ മാങ്ങയിടും. അത് നല്ല ടേസ്റ്റാണ്. ആ ഒരു വെള്ളത്തിനും ആ ഒരു മാങ്ങക്കും വേറെ ഒരു ടേസ്റ്റാണ്. ഈ ഇളയക്കയുടെ മണന്നൊരു പ്രത്യേക മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇളയക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇളയക്കയും അതുപോലെ ഈ കണ്ടത്തിലുണ്ടാകുന്ന ഇതിന് അട്ടക്കുടു എന്നെല്ലാം പറയും, നെയ്ച്ചിങ്ങാന്നാണ് നമ്മളിവിടെ പറയില്ലേ. എനിക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഉണ്ടായിട്ട് ഇനി ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഒരു 2-3 ആളെങ്കിലും ആവശ്യമുണ്ട്. അപ്പം ഇവിടെ എപ്പം ഇളയൊക്കെ വെച്ചാൽ ഞാനും കുഞ്ഞാവനാണ് ഇത് ഫുള്ള് എരിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെക്കൽ. ഇനിയിപ്പോൾ ഇതെല്ലാം തണിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി വെക്കണം. അങ്ങനെ ഞാനും കുഞ്ഞായും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടി നേരെ അടുക്കളയുടെ ബാക്ക് സൈഡ് പോയിട്ടിരുന്നു. ഈ ഇളയൊക്കെ പച്ചക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചക്കെന്നല്ല, പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയെല്ലാം കഴിച്ചിട്ടില്ലവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനും കുഞ്ഞായും നേരെ വീടിൻ്റെ ബാക്ക് സൈഡ് പോയിട്ട് ഫുള്ള് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ ഇരുന്ന് ഓരോ വർത്താനം പറഞ്ഞ് പണി മെല്ലെ ആയിട്ടുണ്ടായിട്ടു. മെല്ലെ ഓരോ വർത്താനം പറഞ്ഞ് ഫുള്ള് ക്ലീനാക്കി വെച്ചു. അതിനിപ്പുറം ചക്കയാണ് കേട്ടോ. ചക്ക ഇന്നലെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അമ്മമ്മേരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മളെ വീട്ടിലുണ്ട് ചക്ക. നമ്മളെ വീട്ടിലെ ചക്ക അങ്ങനെ പുഴുക്കാക്കാനൊന്നും പറ്റൂല, എന്താ വെച്ചാൽ അത്ര ഒരു മൂപ്പായിട്ടുണ്ടായിട്ടാ. അതുകൊണ്ട് അമ്മമ്മേരെ വീട്ടിൽ നിന്ന് ചക്കയും പറിച്ചിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചക്കപ്പുഴുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചക്കയും ചിക്കനും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചക്ക കട്ട് ചെയ്തപ്പോഴേക്കും ചെറുതായിട്ടൊരു കേട് പോലെ. അപ്പം അമ്മ പറഞ്ഞു ചക്ക വെക്കാൻ പറ്റും തോന്നുന്നില്ല, ചെറിയ കേടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചക്ക അങ്ങനെ കളയേണ്ടി വന്നു. ഇനിയിപ്പം നാളെയോ മറ്റന്നാറ്റം അമ്മമ്മേരെ വീട്ടിൽ പോയിട്ട് ചക്ക പറിച്ച് കൊണ്ടുവരണം. അച്ഛനും എനക്കും അമ്മമ്മക്കും ഈ ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മ ആക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് അമ്മമ്മയ്ക്ക് വേറെ ഒരു ടേസ്റ്റാണ്. ഓരോ പണിയെടുക്കുന്ന സമയത്തും ഇങ്ങനെ വർത്താനം പറഞ്ഞ് അടുത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ആ പണിയെടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അത്ര അറിയില്ല, വർത്താനം പറയുന്ന ആ ഒരു തിരക്കിൽ തന്നെ ആയിപ്പോവും. അപ്പം ഞാനും കുഞ്ഞാവി ഇങ്ങനെ അച്ഛൻ വന്നതിന് ശേഷം അച്ഛനോട് ഓരോ വർത്താനം പറഞ്ഞു. അമ്മയും അടുത്ത് തന്നെ ഓരോ പണി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു. നല്ല രസമുണ്ടായിന്. കുറച്ച് നേരം ഫോൺ ആടെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്തു. വീടിൻ്റെ ബാക്ക് സൈഡിലെല്ലാം കുറേ വൃത്തികേടുണ്ടാവും, അതൊന്നും ആരും നോക്കണ്ട. ഇതിപ്പം പുറത്ത് തന്നെ വിറകടുപ്പ് ഉണ്ടായതുകൊണ്ട് ആ വിറകെല്ലാം കുറേ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വീടായാലും വീടിനും അല്ലറ ചില്ലറ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ വീട് എടുത്തിട്ട് തന്നെ വർഷം കുറേ ആയി. ഞാനൊരു 4 പഠിക്കുന്ന സമയത്താണ് ഈ വീട് എടുത്തത്. അതിന് ശേഷം പുതുക്കിയിട്ടോ പെയിൻ്റ് അടിച്ചിട്ടോ ഒന്നും ഉണ്ടായിട്ടാ. അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. നമ്മ ഇടുന്ന ഈ ഇളയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെപ്പ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട്. നമ്മളെ വീടിനപ്പുറം ഞാൻ ഈ പെപ്പേരെ വിടും. അപ്പം പെപ്പ അപ്പുറത്തുനിന്ന് എന്ന് മണി ചക്കയാണോ എന്ന് ചോദിക്കുന്നുണ്ടോ. അവന് ഈ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്ക അവന് പഴുത്തതെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചക്കയാന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഓടി വരുന്നുണ്ട്. അവൻ അടുത്ത് ചക്ക കണ്ടിട്ടുമുണ്ട്, പക്ഷെ ആ ചക്ക ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ചക്ക. അതുകൊണ്ട് തന്നെ അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മ ഈ പണിയെടുക്കുന്നിട്ട് നമ്മളെടുക്ക് വന്ന് വയ്ക്കുന്നുണ്ട്, മണി ഞാനും ഇതുപോലെ ആക്കട്ടെ, മണിയും കുഞ്ഞും ആക്കുന്ന പോലെ ഞാനും ആക്കട്ടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഓന് ഭയങ്കര അറപ്പാണ്. എന്ത് തൊട്ടാലും മോൻ അപ്പം പോയിട്ട് കൈ കഴുകണം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് പെപ്പ. കൈ ഇങ്ങനെ ഓൻ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ഓന് തൊട്ടാലും ഓനത് ഇഷ്ടമാവില്ല, ഇതൊരു വഴുവഴുപ്പ് പോലെയാണ്. അപ്പം കുറേ നേരം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന് ക്ലീൻ ആക്കിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് മെല്ലെ മെല്ലെ വന്നിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. നല്ല വൃത്തിക്ക് കുറേ നേരം അവൻ ക്ലീനാക്കി എടുത്ത് തന്നു. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കുരുത്തക്കര കളിക്കാൻ തുടങ്ങി. കാണാൻ ഇത്രയും ഇല്ലെങ്കിലും വർത്താനെല്ലാം വലിയ ആൾ വർത്താനാണ് കേട്ടോ. വർത്താനം കേൾക്കാനെല്ലാം നല്ല രസമാണ്. ഇതിനിടയിൽ ഓനോൻ അംഗനവാടിയിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിനി. അപ്പം ഡാൻസ് കളിക്കുന്നതിനിടയിൽ നമ്മൾ വിചാരിച്ച് നല്ല വൃത്തിക്ക് കളിക്കുമായിരിക്കും. അവനിപ്പം വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ ആയാലും നല്ല ഒഴുക്കാണ്, ഡാൻസ് കളിക്കുന്നതിനെല്ലാം നല്ല ഒഴുക്കാന്നാണ്. അപ്പം നമ്മൾ വിചാരിച്ച് വൃത്തിക്ക് തന്നെ കളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ സ്റ്റേജിൽ നിന്ന് വേറൊരു കുഞ്ഞി കരയുന്ന കണ്ടിട്ട് ഓനെന്തോ സങ്കടം തോന്നിയിട്ട് ആ കുഞ്ഞിനെ നിന്ന് നോക്കി. ആദ്യം കുറച്ചെല്ലാം 2-3 സ്റ്റെപ്പിലാണ് നല്ല വൃത്തിക്ക് കളിച്ചിനി.
പിന്നെ ഓൻ്റെ ഒപ്പരല്ല കുഞ്ഞി കരയുന്ന കണ്ടിട്ട് നിന്ന് ഓനെ നോക്കി. എൻ്റെ സ്റ്റേജ് ഇറങ്ങിയ സമയത്ത് ഓൻ്റെ അമ്മയെല്ലാം ചോദിച്ചു എന്താ മോനെ നീ കളിക്കാത്തതെന്ന്. അപ്പോൾ എൻ്റെ അമ്മേനോട് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് കരയുമ്പോൾ ഞാൻ എങ്ങനെ അമ്മ ഡാൻസ് കളിക്കണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓനെന്തോ സങ്കടം തോന്നിയിട്ടാന്ന് തോന്നുന്നു നിന്ന് ഓനിങ്ങനെ നോക്കി. ഫസ്റ്റെല്ലാം കുറേ കളിച്ചിട്ടുണ്ടായിന്. ലാസ്റ്റ് ഭാഗത്തേക്ക് കരയുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഓനും കളിക്കാണ്ടായി. ഞാനും കുഞ്ഞി പണിയെടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ എന്തെല്ലോ പറയുന്നുണ്ട്, വർത്താനം എന്നെല്ലാം പറഞ്ഞാണ്ടല്ലേ അത് വലിയ വരപ്പോലെ സംസാരിക്കില്ല, അത് കേൾക്കാനും നല്ല രസമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങളോടാണ് കേട്ടോ ആ പോസ്റ്റെല്ലാം കാണിച്ചിരുന്ന സ്പൈഡർമാൻ്റെ. ഞാൻ പറഞ്ഞ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പോസ്റ്റ് പറഞ്ഞിട്ട് വേഗം സ്പൈഡർമാൻ്റെ പോസ് ആക്കുന്നുണ്ട്. അതിന് ശേഷം ഇതോൻ്റെ കുരുത്തക്കെട്ട് തുടങ്ങി. ഇളയൊക്കെ ഫുള്ളെടുത്തിട്ട് അപ്പുറത്തെ വളപ്പിലേക്ക് ചാടാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ ചൂടിന് ഒരേ തണുത്ത വെള്ളം കുടിക്കലാണ്. ഞാൻ തണുത്ത വെള്ളമായാലും ഷെയ്ക്കായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഐസും കട്ടയിൽ എടുത്തിട്ട് വെറുങ്ങനെ തിന്നും. ഈ ചൂട് സഹിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് നല്ല തൊണ്ടവേദന എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വേദന. സംസാരിക്കുമ്പോൾ ആയാലും തൊണ്ട ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഞാൻ എൻ്റെ ചുമര മരുന്ന് സുഹൃത്താട്ടിനെ കൊണ്ട് വേണിപ്പിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ഇന്നത്തേക്ക് കുറച്ച് കുറവുണ്ട്, എന്നാലും ഫുള്ളായിട്ട് ഒക്കെ ആയിട്ട് ആ വേദന അങ്ങനെ ഉണ്ടത്രേ. കുറേ ഇളയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴിയാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ പെപ്പയിലുണ്ടായതുകൊണ്ട് സംസാരിച്ചിരുന്നതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാ. നന്ന ചെറുതുമാണ്, വലിയ ഇളയൊക്കെയല്ല, ഇത് നന്ന ചെറിയ ഇളയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ചെറുതായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും കുറേ ടൈം എടുത്തിട്ടുണ്ടായിന്. അതിനിടയിൽ പെപ്പ അമ്മമ്മേനോട് ചെറുതായിട്ട് കലമ്പെന്നുണ്ട് കേട്ടോ. കലമ്പ് എന്ന് പറഞ്ഞാൽ കുറേ ആളൊന്നും ചോദിച്ചിട്ടുണ്ടായിന് ഈ കലമ്പ് എന്താണെന്ന്. കലമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വഴക്കിനാണ് ഈ കലമ്പ് എന്ന് പറയല്. അമ്മമ്മ പറഞ്ഞു നീലേശ്വരല്ലേ വീട്, നടക്കാവ് നിൻ്റെ വീടല്ല എന്ന് പറഞ്ഞാലും ഒരേ കലമ്പെന്നുണ്ട് അമ്മമ്മേനോട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നടക്കാവ് എൻ്റെയും മണീൻ്റെയും കുഞ്ഞിൻ്റെയും വീടല്ലേ അല്ലേ, ഈ അമ്മമ്മ എന്തിനും ഇങ്ങനെ പറയുന്നു വയ്ക്കുന്നുണ്ട്. അമ്മമ്മ തമാശക്കും എൻ്റെ വായിലുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നല്ല രസമാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുന്നതെല്ലാം കേൾക്കാൻ നല്ല രസമാണ്. അപ്പം അമ്മമ്മയുടെ എന്തെല്ലോ പറയുന്നുണ്ട്, ഇത് അമ്മമ്മയുടെ വീടല്ല ഇത് എൻ്റെ വീടാണ്, എൻ്റെയും മണീൻ്റെയും കുഞ്ഞിൻ്റെയും വീടാണെന്നെല്ലാം പറയുന്നുണ്ട്. അധികം എൻ്റെ വ്ളോഗിൽ വരുന്ന കമൻറ്റാണ് ഏച്ചി ലെങ്ത്ത് നന്ന കുറഞ്ഞു പോയി, കുറച്ചുകൂടി ലെങ്ത്തിലാക്കുന്നുള്ളത്. അപ്പം ഞാൻ ലെങ്ത്തിൽ തന്നെയാണ് വീഡിയോ എടുക്കില്ല, പക്ഷേ എഡിറ്റെല്ലാം ചെയ്തിട്ടാകുമ്പോഴേക്കും നന്ന ഷോർട്ടായി പോകും. അതിൽ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാണ്. അതാണ് എൻ്റെ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ പരമാവധി എനിക്ക് സേവ് ആക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ആക്കുന്നതെല്ലാം ഇൻഷോട്ടിലാണ്. അപ്പം ആ സേവ് ആക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വീഡിയോ നന്ന കുറക്കലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പരമാവധി ലെങ്ത്തിലാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെ മതിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കുറേ നേരമായിട്ടും പെപ്പനെ കാണാത്തതുകൊണ്ട് ആചിച്ച് ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ ഇരുന്നിട്ട് കുറേ നേരമായി ഇങ്ങനെ വിടായി പറയുന്നു. ഇല്ലെങ്കിൽ ഇവൻ കുറച്ച് നേരം ഈ വീട്ടിലുണ്ടാവും, കുറച്ച് നേരം അപ്പുറത്തെ വീട്ടിൽ വില്ലമ്മയുടെ വീട്ടിലുണ്ടാവും, കുറച്ച് നേരം ആചിച്ചിയുടെ വീട്ടിലുണ്ടാവും. അങ്ങനെയാണ് ഇവൻ എല്ലാ വീട്ടിലും ഇങ്ങനെ മാറി മാറി ഉണ്ടാവും. അപ്പം ഇന്ന് കുറേ നേരമായി നമ്മളെടുക്കുന്നത് ഇത് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ കുറേ നേരമായിട്ട് ഇരുന്ന് ഇങ്ങനെ ബഡായി പറയുന്നത്. അപ്പോൾ വാച്ചിച്ചടക്ക ഇളയൊക്കെ പച്ചക്ക് കഴിച്ചിട്ടുണ്ടായിനി. ഓൻ അതിന് ശേഷം വാച്ചിച്ചിനോട് അത് തുപ്പമ്മേ പറയുന്നുണ്ട്. അത് തിന്നാൽ ചാവും, പച്ചക്ക് തിന്നാൽ ചാവും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓൻ എനിക്ക് കുറേ നേരമായി അവൻ്റെ അമ്മേനോട് തുപ്പ് പറയുന്നത്. അപ്പം എന്നോട് ഇതിനിടയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ വീഡിയോ എല്ലാം എഡിറ്റ് ആക്കുന്നത് ഏത് ആപ്പിലാണെന്നുള്ളത്. ഞാൻ പണ്ട് മുതലേ എഡിറ്റ് ആക്കുന്നത് ഇൻഷോട്ടിൽ തന്നെയാണ്. എനിക്ക് വേറെ ഏത് ആപ്പത്തി എഡിറ്റ് അത്ര അറിയില്ല, ക്യാപ് കട്ടത്തെ എഡിറ്റൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പം ഇൻഷോട്ട് തന്നെ പണ്ട് മുതലേ യൂസ് ആക്കുന്നുണ്ട്. ഞാൻ വേറെ ഇതിലേക്കും പോയിട്ട് ഇതുവരെ ഇൻഷോട്ട് തന്നെയാണ് ഞാൻ എഡിറ്റ് ആക്കൽ. അപ്പം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ടിൽ എഡിറ്റ് ആക്കുന്ന സമയത്ത് ക്ലിയർ കുറയുന്നുള്ളത്. എനിക്കങ്ങനെ ക്ലിയർ കുറയുന്നതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പണ്ട് മുതലേ ഞാൻ അതന്നെ യൂസ് ആക്കുന്നതുകൊണ്ട് എനിക്ക് അതേ ശരിയാവില്ല. ഇപ്പം വ്ളോഗാണെങ്കിലും ഷോർട്സ് ആയാലും ഞാൻ ഇൻഷോട്ടിൽ തന്നെയാണ് എഡിറ്റ് ആക്കൽ. പിന്നെ കുറേ പേര് ഏച്ചി വോയിസ് എങ്ങനെയാണ് ഇടുന്നത് ചോദിച്ചിട്ടുണ്ടായിനി. അപ്പം അതിനടിയിൽ ഇൻഷോട്ടിൻ്റെ അടിഭാഗത്തൊരു റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പം അതിൽ ഞെക്കിയാൽ നമുക്ക് വോയിസ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വോയിസ് കൊടുക്കൽ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിനി ഏച്ചി വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് ഇടുന്നത്. എനിക്ക് അങ്ങനെ എടുക്കുന്നതിൽ എന്തോ അത്ര വലിയൊരു താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, രണ്ടാമത് വോയിസ് ഇടുന്നത്. അതാകുമ്പോൾ പറഞ്ഞങ്ങ് പോവാം. എനിക്ക് ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സംസാരിക്കുന്നത് അത്ര വലിയൊരു ഇഷ്ടമില്ല. പിന്നെ ഞാൻ അന്നൊരു വ്ളോഗിൽ ചോദിച്ചിട്ടുണ്ടായിനി ആ ഒരു സമയത്ത് തന്നെ സംസാരിക്കുന്നതാണോ അല്ല രണ്ടാമത് വോയിസ് ഇടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞത് രണ്ടാമത് വോയിസ് ഇടുന്നതാണ് ചേച്ചി നല്ലതെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നല്ലത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നതുകൊണ്ട്. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയില്ല. എന്താ വെച്ചാൽ നമ്മളെ ഇങ്ങോട്ട് കാസർഗോഡുള്ള സംസാരമെല്ലാം ചിലവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ കൂടുതൽ എനിക്ക് കമൻറ്റ് വരുന്നത് ചേച്ചി കണ്ണൂർ ജില്ലയാണോ എന്നാണ്, കണ്ണൂരാണോ വീടെന്ന്. അതെന്താ വെച്ചാൽ എൻ്റെ സംസാരം കാസർഗോഡ് ജില്ലയിൽ ഇല്ലവരെ പോലെയല്ല, കണ്ണൂർ ജില്ലയിൽ ഇല്ലവരെ സംസാരമാണ്. ഞാൻ കാസർഗോഡ് കണ്ണൂർ ബോർഡറിൽ തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരുന്നത്. അതായത് രണ്ടും കൂടി വരും, കാസർഗോഡ് ജില്ലത്തെ സംസാരം വരും, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലത്തെയും വരും. രണ്ടും മിക്സ്ഡ് ആയിട്ടായിരിക്കും എൻ്റെ വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അധികം ആളും കണ്ണൂർ ജില്ലയിലാണോ എന്നുള്ള കമൻറ്റ് ഇടുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കണ്ണൂരാന്നല്ലേ, കണ്ണൂർ ജില്ലയിലാണല്ലേ വീട് എന്നുള്ളത്.
കണ്ണൂർ ജില്ലയിലല്ല, ഞാൻ കാസർഗോഡ് ജില്ലയാണ്. കണ്ണൂർ ജില്ല സുഹൃതാട്ടനാണ് പയ്യന്നൂര്. ഇപ്പം ഞാനും സുഹൃതാട്ടനും സംസാരിക്കുന്നതിൽ ചിലതെല്ലാം വ്യത്യാസമുണ്ട്. അമ്മേൻ്റെ എല്ലാം സംസാര ശൈലി വേറെ തന്നെയാണ്. ചില വേർഡെല്ലാം നമ്മൾ പറയുന്നതിൽ ചില വ്യത്യാസമെല്ലാം ഉണ്ടാകും, ചിലത് കേട്ടോ. എന്നാലും കൂടുതലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഭയങ്കര അറപ്പില്ല കുഞ്ഞിയാന്ന്, കൈയെല്ലാം പെട്ടെന്ന് കഴുകുന്നു ഞാൻ ഫസ്റ്റേ പെപ്പനെ പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ ഇന്ന് എന്തെന്നറിയില്ല, കളിച്ച് ലാസ്റ്റ് അതോ മേത്ത് വരെ ആക്കി. ഓനാണെങ്കിൽ ഇളയക്കിற മണം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. എൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, മണി ഇതിൻ്റെ മണം നല്ല രസമുണ്ടെന്ന്. നല്ലൊരു മണമാണ്, മീനിനെ പോലെ അങ്ങനെ അത്ര ഒരു മോശം മണമല്ല. എനിക്ക് ഈ മീനിൻ്റെ സ്മെല്ലൊന്നും അത്ര പിടിക്കൂല. ഇത് അത്ര ഒരു മോശം സ്മെല്ലല്ല, അത്യാവശ്യം നല്ല സ്മെല്ല് തന്നെയാണ്. എന്നിട്ട് ഓനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇടക്കിടയ്ക്ക് മണപ്പിച്ചിട്ട് പറയുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ മണം. എനിക്ക് വെറുതെ പറഞ്ഞോ അറിയില്ല, ഇടക്കിടയ്ക്ക് കൈ മണപ്പിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി, സൂപ്പറാണ് നല്ല. പെപ്പ ഒറ്റക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ. അപ്പുറം ത്രിതുവും ഇല്ല. ത്രിതു അവൻ്റെ അമ്മേരെ വീട്ടിൽ പോയിട്ടാന്നില്ലേ. അപ്പം വീട്ടിൽ നിന്ന് ഒറ്റക്ക് തന്നെ കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളയക്കനെ കൊണ്ടെല്ലാം കളിക്കുന്നത്. ഇതിനെന്താണെന്ന് നിങ്ങളെ നാട്ടിൽ പറയല് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നമ്മളുടെ അടുത്തെല്ലാം ഇതിന് ഇളയക്കാന്നാണ് പറയല്. പിന്നെ കുറേ ആൾക്കാർ കക്കാന്നെല്ലാം പറയലുണ്ട്, നമ്മളുടെ അടുത്ത് ഇളയക്കാന്ന് പറയും. അപ്പം അതിനുശേഷം പാപ്പൻ്റെ 2 മക്കൾ വന്നിട്ടുണ്ടായിന്. പാപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കസിൻ്റെ 2 മക്കൾ, അതായത് ലക്ഷ്മി അമ്മയില്ലേ, അമ്മമ്മ ചേച്ചി, ലക്ഷ്മി അമ്മമാരെ മോൻ്റെ മക്കൾ. ഇവരെ കിട്ടിയോണ്ട് തന്നെ പെപ്പക്ക് നല്ല സന്തോഷമായി. കുറേ നേരം നമ്മളുടെ വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതെന്നുണ്ടായത്. പിന്നെ അതിന് ശേഷം പാപ്പൻ്റെ മക്കൾ വന്നുകൊണ്ട് തന്നെ അവരപ്പുറം കളിക്കാൻ തുടങ്ങി. എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഓരോരോ വർത്താനം പറഞ്ഞ് പണിയെടുക്കുന്നതാണെന്ന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പണിയെടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞാനും കുഞ്ഞും പണിയെടുക്കാൻ പോയാലും ചില സമയത്ത് ഞാൻ ഒറ്റക്കായാലും കുഞ്ഞാനാളെ പിടിച്ചെടുത്തു. അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും വർത്താനം പറയും. രണ്ടാളുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ പോലെ പണിയെടുക്കുന്ന അങ്ങനെ അറിയില്ല. പെപ്പ ഇവരെ കണ്ടുകൊണ്ട് ഇവരെ മുമ്പൊന്ന് ഷോ ആക്കാനാണെന്ന് അറിയില്ല, ഇപ്പം വന്നിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്ര നേരം കുരുത്തക്കര കളിക്കുന്ന ഉണ്ടായത്. ഇപ്പം ഇവരെ കണ്ടുകൊണ്ട് തന്നെ ഇളയക്കാൻ നല്ല വൃത്തിക്ക് ഇരിഞ്ഞു വരുന്നുണ്ട്. കുറച്ച് കൊട്ട പോലത്തെ ഇളയക്കലുണ്ടായിരുന്നു, അതായത് ശരിക്കും ഓപ്പൺ ആവാത്തെ. അപ്പം അത് ഓപ്പൺ ആക്കാൻ കുറച്ച് പണിയാണ്. അപ്പം പിള്ളേരാണെങ്കിൽ അതൊരു കളി പോലെ എടുത്തു, കല്ലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചക്കിലടിക്കുമ്പം അത് ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ കൊട്ട ഇളയക്കെല്ലാം പിള്ളേർക്ക് കൊടുത്തിട്ട് പിള്ളേർ അത് ഫുള്ള് കല്ലെടുത്തിട്ട് പൊളിച്ചു തന്നു. അപ്പം അങ്ങ് വരുന്നത് ലക്ഷ്മി അമ്മമായിട്ട്. ലക്ഷ്മി അമ്മമാരെ വീട് അങ്ങോട്ടേക്കാണ്. വെയിലത്ത് തന്നെ മെല്ലെ നടന്ന് വരുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ കുറേ മുയലുണ്ട്. അപ്പം ഈ മുയലിന് പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടത്ത് പോയിട്ട് കുറച്ച് പുല്ലും പറിച്ച് വീട്ടിൽ പോയി മുയലിന് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വരുന്നത്. അപ്പോഴേക്കും ടൈം കുറേ ആയിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വിചാരിച്ചു നേരെ പോയി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ചോറ് കഴിച്ച് വേണം നേരെ പയ്യന്നൂരേക്ക് പോകാൻ. അങ്ങനെ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. ചോറിന് നത്യം പോലെ ഇന്നും കുറേ കറി ഉണ്ടായിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇളയക്കര വെള്ളം അത് മാങ്ങ ഇട്ടിട്ട് ആക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം എത്ര പേര് ആ ഒരു വെള്ളം കുടിച്ചിരുന്നതും എത്ര പേർക്ക് അത് ഇഷ്ടമാണെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. ഇളയക്ക കുറച്ചെടുത്ത് കറിയാക്കി, കുറച്ചെടുത്തിട്ട് ഫ്രൈ പോലെ ആക്കി. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം പൊരിക്കുന്നതാണ്, പക്ഷേ എല്ലാത്തിനും കൂടി തികയോന്ന് അറിയില്ല, കുറച്ചേ വേണിച്ചിട്ടുണ്ടായിട്ടു. എനിക്കാണെങ്കിൽ ഇപ്പിപ്പായിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഉച്ചക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. ഒരു വൈകുന്നേരം ആകുമ്പം നേരെ ഞാൻ കുളിച്ചിട്ട് ഒരു വൈകുന്നേരം നമ്മളെ വീടിന് അങ്ങോട്ടേക്ക് അവൽ മിൽക്ക് വന്നിട്ടുണ്ടായിന്. ഇയാളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീടിന് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് തണുപ്പെല്ലാം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആയിരിക്കും ഇവർ വരല്. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തണുപ്പ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോഴേക്കും എന്തോ ഭാഗ്യത്തിന് ഇവർ വന്നിനി. അങ്ങനെ അവൽ മിൽക്കും മേടിച്ച് നേരെ പയ്യന്നൂരേക്ക് വിട്ടു. ഉച്ചക്ക് ഉറക്ക് വന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് ഉച്ചക്ക് ഉറങ്ങി എണീച്ചാലുണ്ടല്ലേ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ ഒരു മൈൻഡിൽ എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ട് പരമാവധി ഞാൻ ഉച്ചക്ക് ഉറക്കം വന്നാൽ ഉറങ്ങാണ്ടിരിക്കലാന്ന്. പക്ഷെ ഇന്ന് എന്തെന്നറിയില്ല, കിടന്നപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. പരമാവധി ഞാൻ ഉറക്ക് വന്നാലും ഉറങ്ങാണ്ട് നോക്കലുണ്ട്. ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുളിച്ചതിന് ശേഷവും ആകെ എന്തോ ഒരു പോലെ, കുറച്ച് നേരം ആകെ മൈൻഡിൽ എന്തോ ഒരു പോലെ ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയിട്ടുണ്ടായിന്. എല്ലാവരും സംസാരിച്ചിരുന്ന് വണ്ടിയിൽ പാട്ടെല്ലാം വെച്ചപ്പോഴേക്കും കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും ഫസ്റ്റ് ഒരു കല്യാണം ഉണ്ട്, അപ്പം കല്യാണത്തിന് കുഞ്ഞാവൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 4 ആളുള്ള സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ, അമ്മ, ഞാൻ, കുഞ്ഞു ഓരോ വർത്താനം പറഞ്ഞ്, എനിക്കിങ്ങനെ വൈകുന്നേരമെല്ലാം ഓരോ വർത്താനം പറഞ്ഞ് കാറിൽ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എത്തണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. കാരണം എല്ലാ അച്ഛൻ വണ്ടി വിടയില്ലോട്ടോ. എന്താ വെച്ചാൽ നമുക്കായാലും പെട്ടെന്ന് നേടി എത്തുന്ന ഇഷ്ടമല്ല, കുറേ നേരം വണ്ടിയിലിരിക്കണം. അപ്പം അച്ഛനോട് നമ്മൾ പറഞ്ഞു അച്ഛൻ മെല്ലെ വിട്ടാൽ മതി, നമുക്ക് മെല്ലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ ഓരോ പാട്ടും വെച്ച് ചില സമയത്ത് നമ്മൾ പാട്ട് ഏറ്റു പാടി മെല്ലെ വിട്ടു പയ്യന്നൂരേക്ക്. അപ്പം നേരെ പോയത് മാക്സിലേക്കാണ്. കുഞ്ഞാവൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നേരെ മാക്സിലേക്ക് പോയി. അപ്പം എനിക്ക് സെറ്റ് സാരി എടുക്കേണ്ടത് വേറെ സ്ഥലത്തു നിന്നാണ്. മാക്സിൽ നിന്നാണെങ്കിൽ കുറേ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിന്. പക്ഷേ ഈ ഒരു ഡ്രസ്സെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാവക്ക്. അതിപ്പം ഓൾ ഇട്ടിട്ട് കാണിച്ചു തരും. അപ്പം ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഏത് ഡ്രസ്സായിരിക്കും കുഞ്ഞാവക്ക് വേണ്ടിയിട്ട് സെലക്ട് ആക്കിയത് എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. ഏത് ഡ്രസ്സാണ് നമ്മൾ എടുത്തത് എന്നുള്ളത്. അപ്പം ഈ ഒരു ഡ്രസ്സിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്, 1700 സംതിങ് വരുന്നുണ്ട്.
എനിക്കാണെങ്കിൽ ഒരു കളർ ഉള്ളിട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല സ്കിന്ന് ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ. എനിക്ക് ഇതുപോലത്തെ കളറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി, ഇതുവരെ ഇല്ലാത്തൊരു കളറ്. കല്യാണത്തിന് ആണ്ടിന് അത്യാവശ്യം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു ഇതെടുത്തു, എനിക്ക് നല്ലോണം ചേരുന്നുണ്ട് പറഞ്ഞു. അതിനൊരു പിങ്ക് കളറിലൊരു വർക്കും കൂടി വരുന്നുണ്ട്. അപ്പം ആ ഒരു പിങ്ക് കളറിലെ വളയോ കമ്മലോ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു നീ എടുത്തു, എന്തായാലും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഓൾക്ക് ഇത് അത്ര ഒരു ഇഷ്ടമായിനി. എന്നാലും വേറെ 2-3 ഡ്രസ്സും കൂടി ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഈ ഒരു വൈറ്റ് ഇട്ടു. വൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് അത്ര ഒരു ഇഷ്ടമായിട്ടാണ്. കാരണം എനിക്ക് വൈറ്റ് സ്വതവേ അത്ര വലിയൊരു ഇഷ്ടമല്ല. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്ലാക്ക് അടിക്കുന്ന പോലെ തോന്നും. ഫസ്റ്റ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും നല്ല വൃത്തിയായിരിക്കും. പക്ഷേ കുറച്ചൊന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡള്ളായ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ പരമാവധി വൈറ്റ് ഡ്രസ്സ് വേണ്ട നിൽക്കലാണ്. അമ്മക്ക് എന്തോ ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അമ്മ കുഞ്ഞാനോട് പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ട് നോക്ക്, എനിക്ക് രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിട്ട് നോക്കി. പക്ഷെ ഓൾക്ക് എന്തോ അത്ര വലിയൊരു ഇഷ്ടമായിട്ടാണ്. മോഡലും കുറച്ച് പഴകിയൊരു മോഡൽ. എനിക്ക് ഈ ഒരു ഡ്രസ്സും നല്ല ഇഷ്ടമായി. ഇതിന് സെയിം പാൻറ്റും വരുന്നുണ്ട്. പക്ഷെ കഴുത്തിൻ്റെ അടുത്ത് ചെറിയൊരു കൂട്ടി അടിച്ച പോലെ ഉണ്ട്. അപ്പോൾ കുഞ്ഞാ പറഞ്ഞു എനിക്ക് ഈ ഒരു കഴുത്ത് അത്ര ഇഷ്ടമായിട്ടാന്ന് പറഞ്ഞു. ഡ്രസ്സ് രസമുണ്ട്. ഡ്രസ്സ് എനക്കും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിനി. ഷേപ്പെല്ലാം ചെയ്ത് ഞാൻ നല്ല രസമുണ്ടാവും. അപ്പം അമ്മ ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സ് കൊടുത്ത് ഇതിട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഇത് നമുക്കില്ലാത്തൊരു കളറാണ്. ഇതുപോലത്തെ കളറൊന്നും നമ്മൾ സ്വതവേ എടുക്കുകയില്ല. അച്ഛനായാലും ഇങ്ങനത്തെ കളറൊന്നും ഇഷ്ടമല്ല. കൂടുതലും ലൈറ്റ് കളർ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ നമുക്ക്, എനക്കായാലും കുഞ്ഞാക്കായാലും അമ്മക്കായാലും ഈ ഒരു കളറോളം ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം നല്ല ഇഷ്ടമായിനി. എന്താ വെച്ചാൽ നല്ലോണം ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നല്ല ഇഷ്ടമായിനി. അപ്പോൾ ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു ഇത് എടുത്തോ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. സെയിം കളറിൽ തന്നെ പാൻറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടമായിട്ടാണ്, കളർ ഓവർ കളറാണ്, എനിക്ക് ഇങ്ങനത്തെ കളറൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അത്ര ഒരു ഇഷ്ടമായിട്ടാണ്. പക്ഷെ നമുക്ക് മൂന്നാക്കും നല്ല ഇഷ്ടപ്പെട്ടു. കുഞ്ഞാ വിട്ട് കഴിഞ്ഞിട്ടാകുമ്പം നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അവൾ ബോഡിക്ക് നല്ലോണം സെറ്റ് ആവുന്നുണ്ട് ഈ ഒരു ടോപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെ എടുത്തോ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഏതാണ് കുഞ്ഞാ എടുത്തിട്ടില്ല എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. പാൻറ്റും കൂടി ഇട്ടപ്പോഴേക്കും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല മാച്ച് ഉണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് ആയാലും ആ കഴുത്തിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം നല്ല രസമുണ്ട്. ശരിക്കും ഈ ഒരു കളറല്ല, വീഡിയോയിൽ കുറച്ചുകൂടി കളറ് കൂടുതൽ തോന്നിക്കുന്നുണ്ട്. ഇത്ര കളറില്ല. ശരിക്കും ഇതൊരു നല്ലൊരു പിങ്ക് കളറാണ്. വീഡിയോയിൽ കാണുമ്പം കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. കുഞ്ഞിപ്പിട്ടിട്ടില്ല. ആ ഒരു ലിപ്സ്റ്റിക്കിനായാലും ഈ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ട്. സെയിം കളറിലെ ലിപ്സ്റ്റിക്കാണ് നമ്മൾ ഇപ്പിട്ടിട്ടില്ലേ. അപ്പം രണ്ടും കൂടി വരുമ്പം നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അവൾ ഇട്ടിട്ടായാലും നല്ല രസമുണ്ട്. കണ്ണോൾക്കായിട്ട് തയ്പ്പിച്ച് വെച്ച പോലെ അവളെ ബോഡിക്ക് നല്ലോണം സെറ്റ് ആവുന്നുണ്ട്. അപ്പം അമ്മക്കും നല്ല ഇഷ്ടമായിരുന്നു. നമ്മ എല്ലാവരും പറഞ്ഞു ഇതന്നെ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ഒട്ടും ഇഷ്ടമായിട്ടില്ല. അച്ഛൻ കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. കുറേ ഡ്രസ്സ് അവൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിനി. ലാസ്റ്റ് ഇതാ ഈ ഒരു ഓറഞ്ച് ഡ്രസ്സും കൂടി ഇട്ട് നോക്ക്, ഇതുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓറഞ്ച് ഡ്രസ്സ് ഞാൻ മുന്നേ ഒരു ഷോർട്സില്ല വ്ളോഗിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിനി. എനിക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിനി. അതിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിനി ഓറഞ്ച് ഡ്രസ്സ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പിങ്ക് കളറിലാണ്. എനിക്ക് നല്ല ഇഷ്ടമായിനി. അപ്പം നിങ്ങൾക്കിതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ ഒരു ഡ്രസ്സിനെല്ലാം എങ്ങനെയാണ് 1299 കിട്ടുന്നില്ല. എനിക്ക് ഇപ്പം ഒരു പിടുത്തമില്ല. ഈ സെയിം ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞാൻ നന്ന വില കുറവിലാണ് ഈ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ അത്യാവശ്യം എല്ലാ ഡ്രസ്സിനും നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് ഈ ഒരു ഡ്രസ്സെല്ലാം നല്ല ഇഷ്ടമായി. 2 ഷർട്ട് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. അങ്ങനെ കുഞ്ഞാവ് ആ ഡ്രസ്സ് എടുത്തിട്ട് നേരെ എനിക്കും അമ്മക്കും സെറ്റ് സായിട്ട് എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ അമ്മയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആയാലും വീഡിയോ എടുക്കുമ്പോൾ ആയാലും കുഞ്ഞാവ നടുക്കെ പോയിട്ട് നിൽക്കും. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും എപ്പം ഞാൻ ഉണ്ടാവില്ല, ഇവളുണ്ടാവും, ഞാൻ ഉണ്ടാവില്ല. അധികം വീഡിയോയിലായാലും അത് ഫോട്ടോത്തിലായാലും അതെ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവളെ പിടിച്ച് മാറ്റി, നീ അവിടെ നിന്ന് മാറാം, അച്ഛൻ്റെ അമ്മയിൽ മാത്രം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മയും വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് നേരെ അപ്പുറത്തെ ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇപ്പം ട്രെൻഡിങ്ങിലായിട്ടുള്ളൊരു സെറ്റ് സാരിയില്ലേ, പുളിയിലക്കാരാന്ന് പറഞ്ഞിട്ട്, ഞാൻ വിചാരിച്ചു അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു സെറ്റ് സാരി നോക്കിയിട്ട് കുറേ ഷോപ്പിൽ പോയിട്ടുണ്ടായിനി. സൂര്യ സിൽക്സിൽ ഓഫറിൽ ചെറിയ റേറ്റിൽ ആ ഒരു സാരി ഉണ്ടായിന്. പക്ഷെ ഞാൻ പോകുമ്പോഴേക്കും ആ ഡ്രസ്സ് തീർന്നിട്ടുണ്ടായിനി. അവരോട് ആ സാരി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വിഷുവിനെല്ലാം ഉണ്ടായിനത്, ഇപ്പം ഫുള്ള് തീർന്നിട്ടായില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു സെറ്റ് സാരി. ഇപ്പം അധികം ആളും ആ ഒരു സെറ്റ് സാരി ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ കുറേ ഷോപ്പിൽ പോയിട്ട് പെരുതി. എവിടെ പോയപ്പം എനിക്കത് കിട്ടിയിട്ടുണ്ടായിട്ടാ. എനിക്കാണെങ്കിൽ ഈ അധികം വർക്ക് വരുന്ന സെറ്റ് സാരിയൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ചിലതെല്ലാം ഭയങ്കര കളറും ഭയങ്കര വർക്കും. എനിക്കതൊന്നും എന്തോ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. സൂര്യ സിൽക്സിലധികം സാരിക്കെല്ലാം റേറ്റ് അത്ര വലിയൊരു റേറ്റ് ഇല്ല. പക്ഷേ ഞാൻ വിചാരിച്ച സാധനം അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഷോപ്പിലേക്ക് പോകേണ്ടി വന്നു. അതിനായിട്ട് എനിക്ക് ഈ ഒരു നൈറ്റിയെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിനി. അങ്ങനെ നമ്മൾ നേരെ അടുത്ത ഷോപ്പും ലക്ഷ്യോട്ട് പോയി. അപ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിനി. എനിക്കാണെങ്കിൽ സാരി എടുക്കാത്തതുകൊണ്ടൊരു സമാധാനമില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ച സാധനം എനിക്ക് കിട്ടുകയും വേണം. അങ്ങനെ ഒടുവിൽ എനിക്ക് സെറ്റ് സാരി കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ സാരിക്ക് അത്യാവശ്യം നല്ല റേറ്റാണ് ഉണ്ടായത്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. സെയിം കളർ ബ്ലൗസും എടുത്തു. നല്ല റേറ്റ് ഉണ്ട്. സാരിക്കായാലും ബ്ലൗസിനായാലും
തുണിക്കെല്ലാം നല്ല റേറ്റ് ഉണ്ട്. അപ്പുറത്തെ സെയിം തുണിക്ക് റേറ്റ് നന്ന കുറവാണ് ഉണ്ടായത്, ബ്ലൗസിൻ്റെ തുണിക്ക്. പക്ഷെ എൻ്റെ സാരി എടുത്തതിന് ശേഷം അമ്മയുടെ സാരി എടുക്കാൻ പോയത്. അവിടെ ബ്ലൗസിൻ്റെ പീസിനെല്ലാം റേറ്റ് നന്ന കുറവാണ്. പക്ഷെ ഞാൻ പോയെടുത്തുനിന്ന് സാരി എടുത്തിട്ട് ഞാൻ പെട്ടുപോയി. അപ്പം എൻ്റെ സാരിക്ക് മാച്ചായ കുറച്ച് ഓർണമെൻറ്റ്സും നോക്കിയിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. അപ്പം നമ്മൾ തട്ടുകടയിലേക്കാണ് വന്നിട്ടുണ്ടായത്. തട്ടുകടയിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം അപ്പവും മുട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചിക്കൻ കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും അപ്പവും ചിക്കനും തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫുഡ് കിട്ടാൻ കുറേ വൈകിട്ടുണ്ടായിന്. അപ്പം അച്ഛനും അമ്മയും കുഞ്ഞാവയും ചായയും ഞാൻ ബൂസ്റ്റുമാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ വയറ് നല്ലപോലെ നിറച്ച ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഓരോ പാട്ടും കഥയെല്ലാം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നി എഡിറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ലെങ്ത്ത് കുറഞ്ഞു അല്ലേ. അപ്പം ഞാൻ പരമാവധി ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം സെറ്റാക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്